ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടൂറിൻ്റെ രണ്ടാം ഭാഗം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. നമ്മളൊരു വീട് എടുത്തിട്ടായിരുന്നു. 5 ബെഡ്റൂമും വലിയ അടുക്കളയും ഹോളൊക്കെ ആയിട്ട് നല്ലൊരു വീടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചിക്കനും അതുപോലെ റുമാൽ റൊട്ടിയും ചപ്പാത്തിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചു. എല്ലാവരും കഴിച്ച് ഒരു റിലാക്സ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്കിങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇരുന്ന് ആടാനും സംസാരിക്കാനൊക്കെ. അപ്പോൾ ഒരു വൈകുന്നേരം രാത്രി വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഗാർഡനിലേക്കാണ് പോയത്. അപ്പോൾ അതിന് മുന്നിലുള്ള ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഫോട്ടോ സെക്ഷനാണ്. നമ്മൾ വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറി കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മൾ പോയ ഗാർഡൻ്റെ പേര് ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡനാണ്. അതായത് കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കാണ് പോയത്. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇതുവരെ ഊട്ടിയിലേക്ക് പോയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ ഗാർഡനാണ് കേട്ടോ. അതായത് നല്ല ഒരു എന്താ പറയുക, ഭയങ്കര നീറ്റായിരുന്നു. നിറച്ച് പൂക്കളുണ്ടായിരുന്നു. നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിരുന്നു കാണാനായിട്ട്. ഭയങ്കര നീറ്റ്നെസ് ആയിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇത്രയ്ക്ക് നീറ്റ്നെസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഇവിടുത്തെ നീറ്റ്നെസ് ഒന്നൊന്നര നീറ്റ്നെസ് ആയിരുന്നു. ഫോട്ടോ ഇഷ്ടം പോലെ എടുത്തിരുന്നു ഞങ്ങൾ. കാരണം അത്രമാത്രം സീനറികളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ ചെയ്യാൻ കണ്ടിട്ടേ അതൊക്കെ ചെയ്യാൻ നമുക്ക് പണി ആ രീതിയിൽ നമുക്കൊന്നും ചെയ്ത് കൊടുത്താൽ വെക്കാനാണ്. അല്ല എനിക്ക് നോക്കിയാ നടക്കാത്ത കാര്യങ്ങളാ ചേച്ചി ശരിക്ക്. ഇതെന്താ റോസമ്മേനെ പിടിക്കണം തോന്നിയില്ല പെട്ടെന്ന്. അവിടെ നൂറിലാനാ നമ്മളെ തറവാട്ടിടോ ഇടും. എടുത്തിട്ട് രാഗലേക്കൊന്നും കിട്ടുന്നില്ലേ? പൂവിനെ ഒഴുകി വരേ. എന്ത് ഭംഗിയാ കൊടുത്തേണേ. ചേട്ടൻ അങ്ങോട്ട് നോക്കിയേ. ചിരിക്കേച്ചേ, കണ്ണ് തുറക്ക്. അടിപൊളി. പറഞ്ഞതാ വേണ്ടാന്ന് പറഞ്ഞു. നല്ല പണി. അങ്ങോട്ട് പോരാ. അതാ കയറാൻ സുഖമില്ല. കുട്ടിയോ ഇങ്ങോട്ടൊക്കെ
കയറാണ്. അമ്മയുടെ ബിസ്ക്കറ്റ് ഉണ്ടോ? അമ്മ ബിസ്ക്കറ്റ് ഉണ്ടോ അമ്മയുടെ? തന്ന മറ്റേ ബിസ്ക്കറ്റ് അല്ല അല്ലാണ്ടുണ്ടോ? തന്ന ചൂണ്ടിനെ കിട്ടിട്ട് മീൻ പിടിക്കായിരുന്നു. ചാടാടുക്കാനാവും. ചൂളം വിളിക്കാൻ രാവിലെ ഞങ്ങൾ ബിസ്ക്കറ്റ് പോന്നതാ. ഞാൻ വിളിച്ച പൊട്ടില്ലേ? അത് പോടി തന്നില്ല ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് എടുക്കണ്ടോ? ബിസ്ക്കറ്റ് കൈ കൊടുത്തു ഇട്ടു കഷ്ണം അങ്ങോട്ട് അറിയാം. വീഡിയോ പിടിച്ചാ ബിസ്ക്കറ്റ് ഉണ്ടോ? നിക്കടി ഇവരെ കണ്ട വീഡിയോ പിന്നെ ക്യാമറ ഫോട്ടോ എടുക്കണില്ലേ? കിട്ടില്ലല്ലോ. വീഡിയോ ഫോട്ടോ എടുക്കണം. വീഡിയോ വിത്ത് ഫോട്ടോ. മാറ് മാറ്. ആരുമില്ല. അതെ ലൈറ്റ് ഇല്ലട്ടാ. നീടെ അത് കിട്ടും. ചുറ്റുപോയി നിൽക്കായ കൈക്കൊട്ടുകളിയാ.
ആ ചേട്ടാ വട്ടത്തിലാണോ കറങ്ങണ്ടേ നീളത്തിലാണോ വീണത് കണ്ട തീ സജീവ് പാടാ പാട്ട് പാടി അവരൊന്നും വരില്ല ഇവ വിളിച്ചാലൊന്നും വരില്ല വിളിച്ചാൽ കർത്താവിനോട് എന്റെ സംഗീതം എന്റെ കോട്ടയെ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്റെ വേടലികളിൽ നിന്നും അവിടത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. അവിടെ ശിഷ്ടനുക്ക് കവചം ലഭിച്ചിരിക്കും. രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന ശ്രദ്ധയോ നീ ഭയപ്പെടേണ്ട. മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരിടത്തും സംഭവിക്കുകയില്ല. നിന്റെ പാദം കല്ലിക്കട്ടാതിരിക്കണവർ നിന്റെ കൈകൾ ഒളിച്ചോളും. സിംഹത്തിന്റെ മണലിയുടെ മേൽ ചോട്ട് കിടക്കും. പുണ്യമായുള്ളതും കാർത്തവറ്റ ഞങ്ങളിടുവിൻ ഞങ്ങളെ കാത്തുവന്ന തുമ്പം തരും ദുഷ്ടപാതകളാം ഞങ്ങളെ കാത്തിടുവാൻ സത്താലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.